മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിവിടെ വിശകലനം ചെയ്യുന്നത് 12/11/1982 ജനിച്ച ഒരാളുടെ ഗ്രഹസ്ഥിതിയാണ്. അത്തമാണ് നക്ഷത്രം, അത്തം 4-ാം പാദം, മിഥുന ലഗ്നം. ലഗ്നത്തിൽ രാഹു, 2 ശൂന്യം, 3 ഗുളികൻ, 4 ചന്ദ്രൻ, 5 സൂര്യൻ, ശനി, ബുധൻ, ശുക്രൻ, ഗുരു. 6 ശൂന്യം, 7 കുജൻ, കേതു. 8, 9, 10, 11, 12 ഭാവങ്ങൾ ശൂന്യം. ഇതാണ് ഇദ്ദേഹത്തിൻ്റെ ഗ്രഹസ്ഥിതി. കാളസർപ്പയോഗമുള്ള ജാതകമാണ് എന്ന് വെച്ചാൽ ഗ്രഹനിലയാണത്. രാഹു കേതുക്കൾക്കിടയിലായിട്ടാണ് പ്രബല ഗ്രഹങ്ങളെല്ലാം തന്നെ നിൽക്കുന്നത്. അത് കുജൻ, സൂര്യൻ, ശനി, ബുധൻ, ശുക്രൻ, വ്യാഴം എല്ലാം തന്നെ നിൽക്കുന്നത്, ചന്ദ്രൻ എല്ലാം തന്നെ നിൽക്കുന്നത്. രാഹു കേതുക്കൾക്ക് പുറത്തായി ഇവിടെ ഇത്രയും ഭാവങ്ങളിൽ ഗ്രഹങ്ങളൊന്നും തന്നെ നിൽക്കുന്നില്ല എന്ന് സാരം. അതിനേക്കാൾ ഉപരിയായി ലഗ്നത്തിൽ രാഹു നിൽക്കുകയും അതുപോലെ തന്നെ ലഗ്നാൽ 7 കുജൻ, വിവാഹസ്ഥാനത്ത് കുജൻ കേതുവിനോടൊത്ത് രാഹുവിൻ്റെ സ്വാഭാവികമായിട്ടുള്ള 7-ാം ദൃഷ്ടിയിൽ നിൽക്കുകയും ചെയ്യുന്നു. വിവാഹ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് വളരെയധികം ശ്രദ്ധിച്ച് മുന്നോട്ട് പോകേണ്ടതായിട്ടുള്ള ഒരു ഗ്രഹനിലയുടെ സ്വഭാവത്തെയാണിത് സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ഉച്ചനായി നിന്നുകൊണ്ട് ശനി തൻ്റെ 3-ാം ദൃഷ്ടി വിവാഹസ്ഥാനമായിട്ടുള്ള 7-ലേക്ക് നടത്തുന്നു. അവിടെയാണ് പ്രസ്തുത കുജൻ കേതുവിനോടൊത്ത് രാഹുവിൻ്റെ ദൃഷ്ടിയിൽ നിൽക്കുന്നത്. വളരെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരവസ്ഥ തന്നെയാണത്. അപ്പോൾ അവിടെ 7-ാം ഭാവവുമായി ബന്ധപ്പെട്ട് കുജ മന്ദ ബന്ധം വന്നിട്ടുണ്ട്. കുജൻ ചൊവ്വ, മന്ദൻ ശനി. കുജൻ നേരിട്ടവിടെ നിൽക്കുകയും ശനിയുടെ ദൃഷ്ടി അവിടെ വരികയും ചെയ്യുന്നു. അതിനേക്കാൾ ശ്രദ്ധിക്കേണ്ടുന്ന മറ്റൊരു കാര്യമെന്ന് പറയുന്നത് നീചനായ സൂര്യനോടൊത്ത് നിൽക്കുന്ന ശനിയാണ് വിവാഹസ്ഥാനത്തേക്ക് ദൃഷ്ടി ചെയ്യുന്നത്. അതിനെയാണ് ശനിയുടെ സാധാരണ ദൃഷ്ടി എന്നതിലുപരിയായി ശ്രദ്ധിക്കേണ്ടുന്നത്. അപ്പോൾ ഇവിടെ ലഗ്നാൽ 5 മനസ്സിൻ്റെ സ്ഥാനത്ത്, സന്താന സ്ഥാനത്ത് ഒരു ഗ്രഹം ഉച്ചൻ, അത് ശനി, ഒരു ഗ്രഹം നീചൻ, അത് സൂര്യൻ, രണ്ടും പരസ്പരം ശത്രുക്കളുമാണ്. അവിടെയാണ് വിവാഹകാരക ഗ്രഹമായിട്ടുള്ള ശുക്രൻ, അതുപോലെ തന്നെ അറിവിൻ്റെ ബുദ്ധിയുടെ കാരകഗ്രഹമായ ബുധൻ, അതുപോലെ തന്നെ ഭാഗ്യകാരക ഗ്രഹമായ ഗുരു നിൽക്കുന്നത്. ഗുരു 5-ൽ നിൽക്കുന്നത് ആശ്വാസം തന്നെയാണ്. ശുക്രൻ 5-ലുള്ളതും ശുക്രൻ്റെ ക്ഷേത്രത്തിൽ തന്നെ ആയതും ആശ്വാസം തന്നെയാണ്. പക്ഷേ 5-ൽ ഉച്ചനായി നിൽക്കുന്ന ശനിയെയും നീചനായി നിൽക്കുന്ന സൂര്യനെയും ശ്രദ്ധിക്കണം, ഉപരി ഭയക്കണം. പ്രത്യേകിച്ചും ശനിയിൽ ശനി എന്ന് വെച്ചാൽ ശനിദശ 2044 വരെ ഉണ്ട്. അത് തുടങ്ങിയതേയുള്ളൂ. 2025 ഏപ്രിൽ 26-ന് ശനിദശ ആരംഭിച്ചു. 2044 ഏപ്രിൽ 25-ാം തീയതി വരെ ശനിദശ തന്നെയാണ്. സൂര്യനോടൊത്ത് നിൽക്കുന്ന ശനി എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് മനസ്സ് സംബന്ധമായിട്ടുള്ള പ്രവർത്തനങ്ങൾ, ഏർപ്പെടുന്ന കാര്യങ്ങൾ, പുലർത്തുന്ന ബന്ധങ്ങൾ, വന്നു കയറുന്ന ധനം അല്ലെങ്കിൽ ചിലവുകൾ, ഇതെല്ലാം തന്നെ വളരെയധികം ശ്രദ്ധിച്ചു വേണം മുന്നോട്ട് പോകാനായിട്ട്. പ്രത്യേകിച്ചും 12-ാം ഭാവാധിപനായിട്ടുള്ള ശുക്രനോടൊത്താണ് ഇവിടെ 5-ൽ ശത്രുവായ സൂര്യൻ നീചനായി നിൽക്കുന്നത്. വളരെയധികം ശ്രദ്ധിക്കണം. ചിലവുകൾ 12-ലേക്ക് രാഹുവിൻ്റെ 12-ാമത്തെ ദൃഷ്ടിയുണ്ട്. അപ്പോൾ ചിലവിൻ്റെ സ്ഥാനം വീക്കാണ്. ചിലവിൻ്റെ സ്ഥാനത്തിൻ്റെ അധിപനുമായിട്ട് ബന്ധപ്പെട്ട് നീചനായ സൂര്യനാണ്, ശത്രുവാണ്. അതിനോടൊത്ത് അതിൻ്റെ ശത്രു ശനിയാണ്. വളരെയധികം ചിലവുകളെ ശ്രദ്ധിക്കണം. ഉപരി 3-ൽ നിന്നുകൊണ്ട് ഗുളികൻ തൻ്റെ 2-ാം ദൃഷ്ടി ചന്ദ്രൻ, മനസ്സിൻ്റെ കാരകഗ്രഹം, 4-ലേക്ക് ദൃഷ്ടി ചെയ്യുന്നു. അതുപോലെ തന്നെ ഗുളികൻ്റെ 12-ാം ദൃഷ്ടി ധനസ്ഥാനത്തേക്ക് വരികയും ചെയ്യുന്നു. അപ്പോൾ ധനസ്ഥാനത്തേക്ക് ഗുളികൻ ബ്ലോക്ക് വയ്ക്കുകയും ചെലവിൻ്റെ സ്ഥാനത്തേക്ക് രാഹുവിൻ്റെ ദൃഷ്ടി വഴി ചെലവിൻ്റെ സ്ഥാനത്തിൻ്റെ അധിപൻ ശത്രുവിനോടൊത്ത്, പ്രത്യേകിച്ചും നീചനായ ശത്രു, അതും പരസ്പരം ശത്രുക്കൾ, സൂര്യനും ശനിയോടൊത്ത് നിൽക്കുന്നതുകൊണ്ട് വരവിനെ കുറയ്ക്കുകയും അതല്ലെങ്കിൽ ചെലവിനെ കൂട്ടുകയും ചെയ്യും. വരാനുള്ള ധനത്തെ ഏതെങ്കിലുമൊക്കെ രീതിയിൽ തടസ്സപ്പെടുത്തുകയോ തടഞ്ഞു വയ്ക്കുകയോ താമസിപ്പിക്കുകയോ വൈകിപ്പിക്കുകയോ ചെയ്യുകയും അതേസമയം ആ സമയമെല്ലാം തന്നെ ചെലവുകളെ അടിക്കടി കൂട്ടുകയും ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ധനസംബന്ധമായിട്ടുള്ള വിഷയങ്ങളിൽ ആരെങ്കിലുമായിട്ടൊക്കെ മുഷിയുന്നതിനൊക്കെയുള്ള സാഹചര്യങ്ങൾ, സന്ദർഭങ്ങൾ വന്നാൽ അത്തരം സന്ദർഭങ്ങളെ അല്ലെങ്കിൽ സാഹചര്യങ്ങളെ ബുദ്ധിപരമായി നേരിടാൻ ശീലിച്ചേ മതിയാകൂ എന്ന് സാരം. അതുപോലെ തന്നെയാണ് ലഗ്നാൽ 4-ൽ ചന്ദ്രൻ നിൽക്കുന്നു. പൊതുവേ നല്ലതാണ്. പക്ഷേ
അവിടെ ഗുളികൻ്റെ രണ്ടാം ദൃഷ്ടിയിലാണ് ചന്ദ്രൻ നിൽക്കുന്നത്. കലുഷിതമായിട്ടുള്ള മനസ്സ്, അതല്ലെങ്കിൽ വീട്ടിൽ ഏതെങ്കിലും വീടുമായി ബന്ധപ്പെട്ടിട്ടുള്ള സ്ഥാനമാണ് ലഗ്നാൽ 4. അപ്പോൾ വീട്ടിൽ അല്ലെങ്കിൽ വീടുമായി ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ രീതിയിലുള്ള തർക്കങ്ങൾ, കലഹങ്ങൾ, വഴക്കുകൾ, അസ്വസ്ഥതകൾ, ഭിന്നതകൾ പോലെയുള്ള അവസ്ഥകൾ, ഒരു സ്വസ്ഥതക്കേട്, ഇറിറ്റേഷൻസ് ഉണ്ടാകാം. ചന്ദ്രൻ ഗുളികൻ ബന്ധം ഒട്ടും നല്ലതല്ല, അല്ലെങ്കിൽ ചന്ദ്രൻ ശനി ബന്ധം ഒട്ടും നല്ലതല്ല, അതല്ലെങ്കിൽ ചന്ദ്രൻ രാഹു ബന്ധം, അതല്ലെങ്കിൽ ചന്ദ്രൻ കേതു ബന്ധം. ഇത്രയും അവസ്ഥകൾ ചന്ദ്രനുമായി ബന്ധപ്പെട്ട് ഒപ്പം നിൽക്കുകയോ ദൃഷ്ടിയിൽ വന്നാലോ ശ്രദ്ധിക്കണം, ഉപരി വളരെയധികം ശ്രദ്ധിക്കണം. ഇവിടെ ഗുളികൻ്റെ രണ്ടാം ദൃഷ്ടിയിലാണ് ചന്ദ്രൻ നിൽക്കുന്നത്. അപ്പോൾ മനസ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക്, പ്രത്യേകിച്ചും വീടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ശ്രദ്ധ കൊടുത്ത് തന്നെ വേണം മുന്നോട്ട് പോകാനായിട്ട്. പ്രത്യേകിച്ചും സൂര്യനോടൊത്തൊക്കെ നിൽക്കുന്ന ശനി എന്ന് പറയുമ്പോൾ ശനി ദശ നടക്കുകയും ചെയ്യും. സ്വാഭാവികമായിട്ടും മനസ്സിൻ്റെ സ്ഥാനത്താണ്. പൊട്ടിത്തെറിക്കുന്ന സന്ദർഭങ്ങൾ, സാഹചര്യങ്ങൾ, അവസ്ഥകളൊക്കെ ഉണ്ടാകാം. ദേഷ്യം കൂടാം. പ്രഷർ സംബന്ധമായിട്ടുള്ള ഇൽനെസ് അല്ലെങ്കിൽ രക്താതിസമ്മർദ്ദം പോലെയുള്ള അസുഖങ്ങൾക്കും സാധ്യത കൂടിയ സമയമാണിത് എന്ന് തിരിച്ചറിയുക. അപ്പോൾ അതിന് വേണ്ടുന്ന മുൻകരുതലുകളെല്ലാം എടുത്ത് തന്നെ വേണം മുന്നോട്ട് പോകാനായിട്ട്. അല്പം പ്രശ്നാധിഷ്ഠിതമായിട്ടുള്ള ഒരു ഗ്രഹനില തന്നെയാണിത്. എന്നാൽ ലഗ്നാൽ 5-ൽ വ്യാഴമുണ്ട്. വ്യാഴത്തിൻ്റെ 9ാം ദൃഷ്ടി ലഗ്നത്തിലേക്ക് വരുന്നുണ്ട്. നല്ലത് തന്നെയാണ്. അതിൽ തന്നെയാണ് ഈ വ്യക്തിയുടെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നല്ലത് തന്നെയാണ്. പക്ഷേ തീർച്ചയായും വളരെ ശ്രദ്ധിച്ച്, വളരെ കരുതലോടെ കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകേണ്ടുന്ന പാറ്റേണിലാണ് ഈ ഗ്രഹനില ഉള്ളത്. 3-ലൊക്കെ ഗുളികൻ നിൽക്കുന്നു. സഹോദരങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ തർക്കങ്ങളുണ്ടെങ്കിൽ അത് പ്രത്യേകം പരിഹരിച്ച് മുന്നോട്ട് പോകാൻ ശ്രദ്ധിക്കേണ്ടതാണ്. 3-ാം ഭാവാധിപൻ സൂര്യൻ നീചനാണ്. ശത്രു ശനിയും ഒത്തുണ്ട്. അത് ഉച്ചനുമാണ്. അപ്പോൾ സഹോദരങ്ങളുമായിട്ട് ബന്ധപ്പെട്ട്, സഹോദര സ്ഥാനീയരുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങളോ തർക്കങ്ങളോ ഒക്കെ സാധ്യതകളുണ്ട് എങ്കിൽ അത് പറഞ്ഞു തീർത്ത് കൃത്യമായിട്ട് പോസിറ്റീവായിട്ട് അതിനെടുത്ത് ജാഗ്രതയോടെ, ശ്രദ്ധയോടെ മുന്നോട്ട് പോകേണ്ടതാണ്. അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ ദശകൾ എടുത്തു കഴിഞ്ഞാൽ അത്തമാണ് നക്ഷത്രം. ചന്ദ്രദശയിൽ ജനിച്ചു. 84 വരെ ചന്ദ്രൻ, അതിനുശേഷം ചൊവ്വ അതായത് കുജൻ 91 വരെ 7 കൊല്ലം, അതിനുശേഷം രാഹു 2009 വരെ 18 കൊല്ലം, അതിനുശേഷം ഗുരു അഥവാ വ്യാഴം 2025 വരെ 16 കൊല്ലം, അതിനുശേഷം ശനി 2044 വരെ 19 കൊല്ലം, അതിനുശേഷം ബുധൻ, കേതു, ശുക്രൻ എന്നീ ക്രമത്തിലാണ് ഇദ്ദേഹത്തിൻ്റെ ദശകൾ കടന്നു പോകുന്നത്. നടപ്പ് ദശ എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞു. ശനിയിൽ ശനി സ്വാപഹാരം നടക്കുന്നു 26/4/2025 തൊട്ട് 28/4/2025 വരെ. സ്വാപഹാരമാണ്. സൂര്യനോടൊത്ത് നീചനായ സൂര്യനാണ്. ശ്രദ്ധിക്കേണ്ടുന്ന സമയം തന്നെയാണ്. ചന്ദ്രന് ഗുളികൻ്റെ ദൃഷ്ടിയുണ്ട്. ലഗ്നത്തിൽ രാഹുവുണ്ട്. വളരെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകേണ്ടുന്ന ഒരു സമയത്തിലൂടെയാണ് ഈ വ്യക്തി കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. പുതിയ സംരംഭങ്ങൾ അല്ലെങ്കിൽ പുതിയ ആരംഭങ്ങൾക്കൊക്കെ ഇറങ്ങുന്ന സമയത്ത് ഒരു മുൻകരുതലുകൾ എടുക്കുക. അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു കാര്യത്തിന് ഇറങ്ങിയാൽ അത് പഠിച്ച് കൃത്യമായി മനസ്സിലാക്കി തന്നെ കൊണ്ട് പറ്റുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ ചെയ്യാനിറങ്ങാവൂ. അതല്ലാത്ത പക്ഷം അക്കരെ പച്ച എന്ന ക്രമത്തിൽ ഇവിടെ നിൽക്കുമ്പോൾ അതാണ് നല്ലത് എന്നുള്ളൊരു ക്രമത്തിൽ ഇങ്ങനെ ചാടി പോകാനുള്ള ഒരു സാധ്യത എന്ന് വെച്ചാൽ, ഒരു സ്ഥലത്ത് അടങ്ങി ഒതുങ്ങി നിന്ന് ജോലി ചെയ്യുന്നതിനുപരിയായിട്ട് അവിടെയും കുറേ ചെയ്തു വെച്ചു, അതിനുശേഷം കുറച്ചപ്പുറത്തും മാറി ചെയ്തു വെച്ചു. അത് ആദ്യത്തേതിൽ നിന്ന് കിട്ടേണ്ട ലാഭവും നഷ്ടപ്പെടുത്തി, രണ്ടാമത്തേതിൽ നിന്ന് കിട്ടേണ്ടുന്ന ലാഭത്തെയും നഷ്ടപ്പെടുത്തി, മൂന്നാമത് പ്ലാൻ ചെയ്യുന്ന അവസ്ഥ ഈ 5-ൽ മനസ്സിൻ്റെ സ്ഥാനത്ത് സൂര്യൻ ശനി കൃത്യമായിട്ടുണ്ടാക്കും. ആ വ്യക്തി അങ്ങനെ തന്നെയാണ്. അപ്പോൾ അത് ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങളാണ്. റിസൾട്ടുള്ള കാര്യങ്ങളിൽ മാത്രം ടൈം, പണം ഇൻവെസ്റ്റ് ചെയ്യുക. അല്ലാത്തതിനെ സ്കിപ്പ് ചെയ്യുക, വിട്ടേക്കുക. അല്ലാതെ നഷ്ടം വരുമെന്ന് ഉറപ്പുള്ള കാര്യങ്ങളിൽ പോയി മനസ്സ് ഇൻവെസ്റ്റ് ചെയ്ത്, ടൈം ഇൻവെസ്റ്റ് ചെയ്ത് നഷ്ടം വരുത്തിയ ശേഷം കുറച്ചുകൂടെ ലാഭമുള്ളത് മറ്റതാണ് എന്ന് ചിന്തിച്ചിട്ട് അതിലേക്ക് എടുത്ത് ചാടുന്ന പ്രവണത അവസാനിപ്പിക്കുക. ഉറച്ചു നിൽക്കാൻ ശ്രമിക്കുക, പഠിക്കുക. കൺസൾട്ടേഷൻ ആവശ്യമുള്ള ആളുകൾക്ക് ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. കോൺടാക്റ്റ് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇത്തരം വീഡിയോസ് ഇനിയും തുടരും. നന്ദി.